ആരെ പുറത്താക്കണം, ആരെ അകത്തിരുത്തണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ്. വോട്ടിംഗ് തുടങ്ങി തീരും വരെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് മാത്രം വോട്ട് ചെയ്യുകയാണോ വേണ്ടത്? കളികൾ കൃത്യമായി നിരീക്ഷിച്ച് അതാത് ദിവസങ്ങളിലെ പ്രകടന മികവ് വിലയിരുത്തി മാറി മാറി വരുന്ന അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുമ്പോഴല്ലേ കളികൾ കൂടുതൽ. ആര് പുറത്തു പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് ഓരോരുത്തർ പുറത്തു പോകുമല്ലോ. ആ സമയത്ത് നമുക്ക് തോന്നും, അയ്യോ നമ്മുടെ തീരുമാനം ഇതായിരുന്നില്ലല്ലോ, നമ്മള് ആര് പുറത്തു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? പക്ഷെ ലാലേട്ടൻ പറയുന്നു ആരകത്ത് നിൽക്കണം, ആര് പുറത്തു പോകണം എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടാണെന്ന്. പക്ഷെ പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പലപ്പോഴും പ്രേക്ഷകരായ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരാൾക്ക് ഒരാഴ്ച മുഴുവൻ വോട്ട് ചെയ്യാതെ ഓരോ ദിവസത്തെയും അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മാറി മാറി വോട്ട് ചെയ്യൂ എന്നും ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് അത് ആർക്കല്ലാതെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ അത് പണി കിട്ടാനും ചാൻസ് ഇല്ലേ? എന്തായാലും ലാലേട്ടന്റെ പ്രമോലുള്ള കാര്യം ഞാൻ തുടക്കം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നടന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയാം. അതിൽ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ജിസയിലും ആര്യനും ഒന്ന് പേടിച്ച് വിറച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്നല്ലേ പറയാം. പിന്നെ നമ്മുടെ റിയാസ് അവിടെ ഗസ്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. റിയാസിനെ ലക്ഷ്മി പഞ്ഞിക്കിട്ടൂന്നേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ റിയാസിനെ ലക്ഷ്മി അങ്ങ് തട്ടി, അങ്ങനെ തന്നെ പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഷാനവാസും ആര്യനും തമ്മിൽ ഉഗ്രൻ വഴക്ക് നടന്നിട്ടുണ്ട്. ന്യായം ആരുടെ ഭാഗത്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കാണ്. അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അവിടെ സ്റ്റാർ കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തു. അനുമോൾക്ക് സ്റ്റാർ കൊടുത്തത് നമ്മുടെ ജിസേലിനെ ഇഷ്ടപ്പെട്ടില്ല. ജിസേൽ മാമി ആകെ അങ്ങ് ചൂടായിട്ട് മാമി അങ്ങോട്ട് വന്നു. എന്നിട്ട് അനുമോൾക്ക് സ്റ്റാർ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ലക്ഷ്മി അവിടെ ഷാനവാസിന് 2 സ്റ്റാർ കൊടുത്തു. ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ലക്ഷ്മിയുടെ അടുത്ത് കട്ടക്കലിപ്പിലാണ്. എന്തിന് ഷാനവാസിനെ കൊടുത്തു സ്റ്റാർ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിസയിലും ആര്യനും ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? സംഭവം മറ്റൊന്നല്ല കേട്ടോ, നമ്മുടെ വന്ന ശോഭയുണ്ടല്ലോ, ആര്യന്റെ സ്വന്തം ആളല്ലേ. അപ്പൊ അവിടെ ആര്യനെ ക്ലൂ കൊടുക്കാതിരിക്കോ ശോഭ ആര്യനെ ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം എന്നുള്ള ക്ലൂ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല എന്തൊക്കെയോ ഒന്ന് ഓതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ജിസയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശോഭയുടെ അടുത്ത് വന്നിട്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങളുടെ ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ എന്നൊക്കെ ജിസയിൽ വന്ന് ഡയലോഗ് ഇടുന്നുണ്ടായിരുന്നു ശോഭയുടെ അടുത്ത്. അപ്പോഴും ശോഭ പറഞ്ഞൊരു കാര്യം, ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കൂ എന്നുള്ളൊരു കാര്യമാണ് ശോഭ പറഞ്ഞത്. അപ്പോൾ ഈ 2 പേരോട് പറഞ്ഞത് വെച്ചിട്ട് 2 പേർക്കും കാര്യങ്ങളുടെ കിടപ്പ് വശം ചെറിയൊരു ഡൗട്ട് വന്നു. അപ്പൊ ആരും വന്ന് ജിസേലിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് മോർണിംഗിൽ കുറെ നേരം സംസാരിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോ നമുക്ക് പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമില്ല, ജിസേൽ എന്ത് തീരുമാനിക്കുന്നോ അതെന്ന പോലെ നമുക്ക് ചെയ്യാമെന്ന്. അപ്പൊ ഇക്കാര്യത്തിലും ജിസേൽ എന്ത് പറയുന്നോ അതാണ് നമ്മുടെ ആര്യന്റെ നിയമം, അല്ലെങ്കിൽ ആര്യന്റെ തീരുമാനം എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു 2 വിചാരം പുറത്ത് ഇവരുടെ കോംബോ ഭയങ്കര ഹിറ്റാണെന്നായിരുന്നു. ഭയങ്കര ഹിറ്റാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ, ഇവർ ഒരുമിച്ച് ബെഡേക്ക് എടുക്കുന്ന കോംബോ, അനുമോൾ ഇവരെ കുറ്റം പറയുമ്പോൾ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കോംബോ, അങ്ങനെ ഒരുപാട് കോംബോകൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും പുറത്തുനിന്നാണ് 2 പേരും വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അതല്ല എന്നൊരു തോന്നല് ഇപ്പൊ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പേടി തട്ടിയിട്ടുണ്ട്, ഒരു പേടി. പക്ഷെ ആ പേടി മൂലം ഇനി 2 എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ശോഭ വന്നിട്ട് ഒരു കൊളുത്തിയ സമയത്ത് ചെറിയൊരു പേടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ ആ പ്ലാച്ചീൻ എടുത്ത് എറിഞ്ഞത് എന്തിനാണെന്നൊക്കെ ഷിയാസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ, നീ ആ പ്ലാച്ചീനെ മാറ്റി നിർത്തി ഗെയിം കളിക്കുക എന്നൊരു കാര്യം ഷിയാസും അവിടെ അനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്തെ കാര്യങ്ങൾ അങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ആ പ്ലാച്ചിയെ മാറ്റി നിർത്തിയിട്ട് നീ നന്നായിട്ടൊന്ന് ഗെയിം കളിക്കുന്ന, നിന്റെ കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് ഗെയിം കളിക്കുന്ന ഷിയാസും അനുവിനെ ചെറുതായിട്ടൊരു ക്ലൂ പോലെ കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയായിരുന്നു നമ്മുടെ റിയാസിന്റെ എൻട്രി. റിയാസ് അങ്ങ് വന്ന് കയറിയതും ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഏതാണ്ട് ലക്ഷ്മിയുടെ അടുത്ത് ഗെയിം കളിക്കാനായിട്ട് വന്ന ഷിയാസിനെ പോലെയാണ് നമുക്കത് കണ്ട സമയത്ത് തോന്നിയത്. വന്ന വഴിക്ക് എന്നെ റെസ്പെക്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിയാസിനെയാണ് കാണാൻ സാധിച്ചത്. അവിടെ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാനിട്ട ലിപ്സ്റ്റിക് ഏതാണെന്നറിയോ എന്നായി റിയാസിന്റെ ചോദ്യം. അല്ല, അതെന്തിനാണ് ലക്ഷ്മി അറിയേണ്ട ആവശ്യം, റിയാസ് ഇട്ട ലിപ്സ്റ്റിക് എന്താണെന്ന്? അല്ല, ലക്ഷ്മി അത് പറഞ്ഞു, അത് എനിക്ക് അറിയേണ്ട ആവശ്യകതയില്ലാന്ന് ലക്ഷ്മിയോട് പറഞ്ഞു. പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റിയാസ്. പക്ഷേ എല്ലാത്തിനും നല്ല ചുട്ട
മറുപടി കൊടുക്കുന്നുണ്ട് ലക്ഷ്മി അതും ബഹുമാനത്തോടു കൂടിയുള്ള മറുപടികളാണ് ലക്ഷ്മിയോട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയാസിനെ അവിടെ ഒരു വാക്പോരിനെയോ വലിയൊരു വഴക്കിനെയുള്ള ഇടവരുത്തുന്നില്ല ലക്ഷ്മി അവിടെ നല്ല മറുപടികൾ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ബഹുമാനത്തോടെയും അത് വളരെ നീറ്റായിട്ടാണ് മറുപടി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അതിലൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് ഇപ്പൊ വടി കൊടുത്ത് അടി വാങ്ങിയ അവസ്ഥയാണ് റിയാസിന് സംഭവിച്ചത്. അതുമാത്രമല്ല റിയാസ് വന്നത് മൂലം ഇപ്പൊ അവിടെ പോസിറ്റീവ് ആയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലക്ഷ്മിയാണെന്ന്. ഈ റിയാസ് വന്ന് ലക്ഷ്മിയുടെ അടുത്ത് ഈ ചൊറിഞ്ഞത് മൂലം ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലക്ഷ്മിയൊക്കെയാണെന്ന്. കാരണം ആദിലേനെയും നൂറേനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ റിയാസ് വന്നതെങ്കിൽ റിയാസ് വന്നപ്പോൾ കൂടുതൽ അഹങ്കാരത്തോടുകൂടി അവർ പെരുമാറുന്നതായിട്ട് ലൈവ് കണ്ട കുറെ പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആദിലേക്ക് കിട്ടേണ്ട കുറെ വോട്ടുകൾ അവിടെ ലക്ഷ്മിക്ക് മറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലക്ഷ്മി ഈ വീക്ക് പുറത്തു പോകുന്നൊന്നും ആരും വിചാരിച്ചിരിക്കേണ്ട. കാരണം റിയാസ് വന്നത് ലക്ഷ്മിനെ പോസിറ്റീവ് ആക്കാനും ലക്ഷ്മിക്ക് വോട്ട് കൂടാനും ഇടയാക്കി എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സ്ഥലത്ത് തന്നെയാണ് കമന്റ് വന്നിരിക്കുന്നത്. ലക്ഷ്മിക്കാണ് ഞാൻ വോട്ട് ചെയ്തത്, ലക്ഷ്മി നല്ല മറുപടി റിയാസിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പോസിറ്റീവായി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ നമ്മുടെ ഷാനവാസും ആര്യനും തമ്മിൽ അടി നടക്കുന്നുണ്ട്. അതായത് അവർ ക്യാരക്ടറായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ അടി നടന്നത് ഷാനവാസും ആര്യനും തമ്മിൽ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഷാനവാസിനെ അന്വേഷണിയാണ് അവിടെ മൊത്തം ക്ലീനിങ് സെക്ഷൻ. അതുകൊണ്ട് പണിയെടുത്ത് രണ്ടെണ്ണം നടുകൂടിയുന്ന രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഷാനവാസ് കിച്ചണിൽ വന്ന് പാത്രം കഴുകണം എന്നാണ്. അപ്പൊ ഷാനവാസ് ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആളാണ്, എനിക്ക് അവിടെ പാത്രം കഴുകേണ്ട ആവശ്യമില്ല, പിന്നെ അതുപോലെ പണിയെടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്, പിന്നെ എനിക്ക് പാത്രം കഴുകാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. അതിന്റെ പേരിലാണ് അവിടെ പൊരിഞ്ഞടി നടന്നത്. അവിടെ ആര്യനും ഷാനവാസും തമ്മിൽ ഷാനവാസ് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞാൽ കഴുകില്ല എന്ന്. അത്രയും പണിയെടുക്കുന്നുണ്ട് അവിടെ ഷാനവാസ്. നടുവേദന ഉണ്ട് എന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഷാനവാസ് ആ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാനും അവിടെ എല്ലാ കാര്യങ്ങളും ഒക്കെ അത്രയും നീറ്റായിട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഷാനവാസും അനീഷും. അപ്പൊ അതിന്റെ പേരിൽ അടി നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും ഷാനവാസിന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം അവിടെ സ്റ്റാർ കൊടുക്കുന്ന കാര്യം വന്ന സമയത്ത് ലക്ഷ്മി അവിടെ ഷാനവാസിന് 2 സ്റ്റാർ കൊടുത്തു. വീട്ടിലുള്ള എല്ലാവരും അങ്ങ് ഇളകിയില്ലേ, എന്തിന് ഷാനവാസിന് സ്റ്റാർ കൊടുത്തു? ഇനിയിപ്പോ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരെണ്ണം കൊടുക്കുക, ഷാനവാസിന് 2 എണ്ണം കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം മറ്റൊന്നല്ല, ആര്യനുമായിട്ട് വഴക്കിട്ടു, ക്യാരക്ടർ വിട്ടു എന്നാണ് അവർ പറയുന്നത്. വീട്ടിൽ ഗസ്റ്റ് ഉള്ള സമയത്ത് അവിടെ വഴക്കിട്ടത് കൊണ്ട് അവിടെ ശരിയാവില്ല, കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവിടെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. പക്ഷേ ലക്ഷ്മി അതിൽ നിന്ന് ഒന്നും മാറിയൊന്നുമില്ല, ആ കൊടുത്തതിൽ തന്നെ ഉറച്ചു നിന്നു ലക്ഷ്മി. പക്ഷേ പിന്നീട് ബിഗ് ബോസിന്റെ അടുത്ത് ഇവർ ചോദിച്ചു, എല്ലാവരും കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചു. അതിനു മുമ്പായിട്ട് ഇവിടെ തെറ്റി കൊടുത്തിരുന്നു നമ്മുടെ ഉനിലിനെ തെറ്റി കൊടുത്തപ്പോൾ ലക്ഷ്മി പറഞ്ഞു അയ്യോ ഞാൻ തെറ്റി തന്നതാ പെട്ടെന്ന് അറിയാതെ എന്ന് പറഞ്ഞിട്ട് ഉനിലിന്റെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങി. ആ സമയത്ത് ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം ഇവിടെ ഷാനവാസിന്റെ അടുത്ത് നിന്ന് സ്റ്റാർ തിരിച്ചു വാങ്ങട്ടെ എന്നുള്ള ചോദ്യം ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ച വഴിക്ക് ബിഗ് ബോസ് അവിടെ കാര്യം ചെയ്തു, ഓരോരുത്തരുടെ കയ്യിലുള്ള സ്റ്റാറുകളുടെ എണ്ണം പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാറിന്റെ എണ്ണം പറഞ്ഞ സമയത്ത് ഷാനവാസിന്റെ കയ്യിൽ 4 സ്റ്റാർ, അനീഷിന്റെ കയ്യിൽ 3 സ്റ്റാർ, അങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. പറഞ്ഞു കഴിഞ്ഞ വഴിക്ക് വീണ്ടും ഇവർ ബിഗ് ബോസിനോട് ചോദിച്ചു ഞങ്ങൾ തിരിച്ചു വാങ്ങട്ടെ ബിഗ് ബോസ് എന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് അവിടെ പറഞ്ഞു എല്ലാവർക്കും പിരിഞ്ഞു പോവാമെന്ന്. അതായത് ഷാനവാസിന്റെ അടുത്ത് നിന്ന് സ്റ്റാർ തിരിച്ചു വാങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവിടെ അർത്ഥം. ഇതങ്ങ് കണ്ടോടുകൂടി എല്ലാവർക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ദേഷ്യം, ഷാനവാസിന്റെ അടുത്ത് ഭയങ്കര ദേഷ്യവും അതുപോലെ ലക്ഷ്മിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യം, ലക്ഷ്മി ഫേവറിസം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ അനുവിന് സ്റ്റാർ കൊടുത്തവര്, അനുവിന് എന്തിന് സ്റ്റാർ കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് ജിസേൽ അവിടെ വഴക്ക്. കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ജിസേലും ആര്യനും അങ്ങ് എഴുന്നേറ്റു. അനുമോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് ആ സമയത്ത് ആദില പറഞ്ഞു ഇന്നലെ സ്റ്റാർ കൊടുത്ത സമയം മുതൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അനുമോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഇത്തിരി നേരം വയ്യാതെ മാറിയിരുന്നുണ്ടെങ്കിൽ പോലും അനുമോൾ ചെയ്ത കാര്യങ്ങൾക്കാണ് ഈ ഒരു സ്റ്റാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പക്ഷെ അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജിസേൽ അവിടെ ഭയങ്കര പ്രശ്നമായ സമയത്ത് ആദില പറഞ്ഞു നിനക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്റെ സ്റ്റാറോട് വിരിച്ചിട്ട് നീ എഴുന്നേറ്റ് പൊക്കോ എന്ന് പറഞ്ഞു അവിടെ ആതിര. അപ്പൊ പിന്നെ ജിസേലിനൊന്നും മിണ്ടാനില്ല. ഇനിയിപ്പോ സ്റ്റാർ ഊരി കൊടുക്കേണ്ടി വന്നാലോ, അതുകൊണ്ട് പിന്നെ മിണ്ടാതെ വിടുന്നു. എന്നാലും അനുമോൾക്ക് കൊടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുസ്തിയൊക്കെ പിടിച്ചു. പക്ഷെ തിരിച്ചു വാങ്ങാനോ അടിയൊന്നും നടന്നില്ല. പക്ഷെ ഷാനവാസിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും പിണങ്ങിയിരിക്കുന്നത്. എന്തിനെ ഇത്രയും വഴക്കുണ്ടാക്കിയ ഷാനവാസിനെ 2 സ്റ്റാർ കൊടുത്തു, ഒരെണ്ണം കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റാർ കൊടുക്കുന്ന പ്രോസസ്സ് വരുന്ന സമയത്ത് ഷാനവാസിനെ കൊടുക്കണ്ടാവില്ല അവരാരും. കാരണം ഷാനവാസിനെ നേരത്തെ കൊടുത്തു എന്നിട്ട് ഇത്രയും വിഷയമാക്കിയതുകൊണ്ട്. പക്ഷെ പണിയെടുത്തതിനുള്ള കൂലിയാണ് ഷാനവാസിന് അവിടെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്.
തോന്നിയത്. അവിടെ വഴക്കുണ്ടാക്കിയത് ന്യായമല്ലാത്ത കാര്യം അവിടെ പറഞ്ഞപ്പോൾ ഷാനവാസ് അവിടെ വഴക്കിട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഷാനവാസ് അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഷാനവാസും മനീഷും അതുപോലെ തന്നെ അഭിലാഷും നൂറൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അഭിലാഷിനും നൂറയ്ക്കൊക്കെ ഓരോ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. അവിടെ ഷിയാസ് വന്നിട്ട് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന 3 ഗസ്റ്റുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.